ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 100 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിൽ 20ാമത്തെ ദിവസമാണ്. നമുക്ക് 2 ദിവസം അടുപ്പിച്ച് റെസ്റ്റ് വന്നായിരുന്നു. 2 അല്ല 3 ദിവസം, 17ാമത്തെ ദിവസവും 18ഉം 19. അത് വേറൊന്നുമല്ല, നമ്മുടെ സിജോ ബ്രോയുടെ മനസ്സമ്മതവും മറ്റു കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് എടുത്തു പറയേണ്ട കാര്യം, റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വന്ന് ചെയ്യത് ഏറ്റവും നല്ലത് ലെഗ് എക്സസൈസാണ്. കാലിന് ഹെവി ആയിട്ടുള്ള എക്സസൈസ്, മെയിനായിട്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നതാണ് റെസ്റ്റ് കഴിഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് റെഗുലറായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ നോർമൽ വാമപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഏത് പാർട്ടാണോ ചെയ്യാൻ ഉദ്ദേശിച്ച, ഇന്ന് ലെഗ് ആയതുകൊണ്ട് നല്ലപോലെ ലെഗിൻ്റെ സ്ട്രെച്ച് എല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രീ സ്ക്വാട്ട് ചെയ്തു. അതിനുശേഷം വാക്കിംഗ് ലഞ്ചസ് ചെയ്തു ചെറിയ വെയിറ്റിൽ. അതിനുശേഷം സ്ക്വാട്ടാണ് ചെയ്തത്. സ്ക്വാട്ട് ഒരു 8 സെറ്റാണ് ചെയ്തത്. സ്ക്വാട്ട് ഇപ്പോൾ ഞാൻ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് 3-4 ഐറ്റം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് വേറെ 3 ഐറ്റമാണ് ചെയ്തത്. ഫസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മൾ സ്ക്വാട്ട്, ബാർബൽ സ്ക്വാട്ടാണ് ചെയ്തത്. അത് അത്യാവശ്യം 40 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 80 കിലോ ചെയ്ത് നിർത്തിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ലാസ്റ്റ് സെറ്റിൽ ലാസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 90 കിലോയിൽ ചെയ്തു. 90 കിലോ നമുക്ക് 5 നമ്പറിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച അത് നമുക്കൊരു 100 കിലോയെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ഈ ആഴ്ച 90 കിലോ ചെയ്തത്. അപ്പോൾ എനിക്കിന്ന് സപ്പോർട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ 90-ൽ നിർത്തി. അത്യാവശ്യം നല്ല സ്ക്വാട്ടായിരുന്നു, നല്ല ഫീലായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാലിന് ചെയ്യാൻ എല്ലാവർക്കും മടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ലെഗ് എക്സസൈസ് മുടക്കരുത്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ലെഗിന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ അപ്പർ ബോഡി മാത്രം ചെയ്ത് മുമ്പോട്ട് പോകരുത്. ലെഗ് വർക്കൗട്ട് മുടക്കാതിരിക്കുക മാക്സിമം. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന, ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വാട്ട് പരമാവധി ചെയ്യുക. സ്ക്വാട്ട് ചെയ്യാൻ മടി കാണിക്കരുത്. പിന്നെ അത്യാവശ്യം ഇരുന്ന് തന്നെയാണ് ചെയ്തത്. നമുക്ക് ബാർ ഏകദേശം 19.5 മുതൽ 20 കിലോ വരെ തൂക്കമുണ്ട്. അപ്പോൾ 40 കിലോ, 60 കിലോ, അത് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70, 80, 90 ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തത് ലെഗ് എക്സ്റ്റൻഷൻ വർക്കൗട്ടാണ് ചെയ്തത്. ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തത് ഇപ്പോൾ എനിക്ക് ബാക്ക് സപ്പോർട്ടുള്ളൊരു മെഷീനാണുള്ളത്. അപ്പോൾ അതിൽ 10 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ സെറ്റ് ഞാൻ പറഞ്ഞില്ല, വാമപ്പ് സെറ്റ് എന്ന് പറയുന്നത്. വാമപ്പ് എന്ന് പറയുന്നത് വർക്കൗട്ടും രണ്ടാണ്. നമുക്കൊരു പ്രവൃത്തി പൂർണ്ണമായിട്ടും ചെയ്താൽ അത് വർക്കൗട്ടായിട്ട് മാറും. അതിൽ നിന്ന് അല്പം എടുത്ത് ചെയ്താൽ അത് വാമപ്പായിട്ട് മാറും. ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ മൂവിങ് പാർട്സ് 20 തവണയെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് വെയ്റ്റിൽ എക്സ്റ്റൻഷൻ ചെയ്തു. അതിനുശേഷം 15 കിലോ, 20 കിലോ, 25 കിലോ, ഏകദേശം എനിക്കൊന്ന് 30 കിലോ വരെ എങ്ങാണ്ട് ചെയ്തുള്ളൂ. 35 കിലോ വരെ നമ്മൾ ചെയ്തായിരുന്നു. ഹോൾഡ് ചെയ്ത കാല് നിവർത്തി ഹോൾഡ് ചെയ്ത് സാവധാനം വേണം താഴേക്ക് ഇറക്കാനായിട്ട്. അത് കാലിൻ്റെ മുട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ മറന്നുകൊണ്ട് ക്വാഡ്രൈസെപ്സ്, തൈ മസിൽ കൊണ്ട് തന്നെ നമ്മൾ ആ വെയിറ്റ് ക്യാച്ച് ചെയ്ത് സാവധാനം ഇറക്കുക. ഞാൻ പറയില്ല, നമ്മൾ കുറേ നാളായിട്ട് വർക്കൗട്ട് നിർത്തി വെച്ചിരുന്നതുകൊണ്ട് നല്ല പെയിനുണ്ട്. ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല പെയിനുണ്ട്. നല്ല റെസ്റ്റ് എടുക്കുക. ഞാനൊരു ആഴ്ചയിൽ 2 ദിവസം കമ്പൽസറി റെസ്റ്റുണ്ട്. പിന്നെ ഉറങ്ങാനായിട്ട് എല്ലാവരും കൃത്യമായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അവസാനത്തൊരു പോർഷനാണെന്ന് പറയുന്നത് എക്സസൈസ്. ആദ്യത്തെ 2 ഭാഗങ്ങളെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഡയറ്റ് പ്ലാനാണ്. രണ്ടാമത് നല്ല റെസ്റ്റ് ടൈമാണ്. ഇത് 2 ഓക്കെ ആണെങ്കിൽ മതി. മൂന്നാമതായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഇന്ന് ചെയ്ത ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ്. നമ്മുടെ ലെഗിന് കൊടുക്കാൻ പറ്റുന്ന, ഹാംസ്ട്രിങ് മസിൽസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ലെഗ് കേളെന്ന് പറയുന്നത്. നമ്മുടെ കൈയുടെ ആംസിൻ്റെ കാര്യത്തിൽ ബൈസെപ്സ് എന്ന പോലെയാണ് കാലിൻ്റെ ലെഗിൻ്റെ കാര്യത്തിൽ ഹാംസ്ട്രിങ്സ് വരുന്നത്. അത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു എക്സസൈസാണ് ഹാംസ്ട്രിങ്ങിൻ്റെ ലെഗ് കേൾ. വളരെ സിമ്പിളായിട്ട് ചെയ്ത് മാറാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ലെഗ് കേൾ. അതൊരു 6 സെറ്റ് ചെയ്തു. ഈ പറഞ്ഞ രീതി നമുക്ക് ഏറ്റവും ഉയർന്ന വെയിറ്റ് എടുത്തിട്ട് അതിനകത്തൊരു 4 സെറ്റും കൂടി ചെയ്ത് നിർത്തി
അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വർക്കൗട്ടുമായിട്ട് വരാം. നാളെ നമ്മൾ മിക്കവാറും ചെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.